നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും ഒരുപാട് തീറ്റകൾ കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ, ചോറ്, അരി, ഗോതമ്പ്, തവിട് ഇവയെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കോഴികൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സാധനങ്ങളിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വൈറ്റമിനോ അമിനോ ആസിഡ്സോ ഒന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് കോഴികളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ലൈസിൻ, മെത്തിയോനിൻ തുടങ്ങിയ കണ്ടൻറ്റുകൾ. ഇത് ഗ്രോത്തിന് വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ കോഴികളുടെ പ്രൊഡക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു അമിനോ ആസിഡ്സുകൾ, ലൈസിനും മെത്തിയോണിനും. ഇത് നമുക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ ലഭിക്കാറുള്ളത്? സാധാരണഗതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് കൂടുതലും നമുക്കുള്ളത് മത്സ്യത്തിലാണ് ഈ രണ്ട് സാധനങ്ങൾ കൂടുതലുള്ളത്. എന്നാൽ നമുക്ക് ഈ ഒരു തീറ്റ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു വൈറ്റമിൻ്റെ കുറവും അമിനോ ആസിഡ്സിൻ്റെ കുറവും നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഒരു ചെറിയ അളവിൽ കോഴികൾക്ക് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലൈസിൻ, മെത്തിയോനിൻ തുടങ്ങിയ അമിനോ ആസിഡ്സിൻ്റെ കുറവുകളും പ്രോട്ടീൻ്റെ കണ്ടൻറ്റ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവും ഒക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നല്ല ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. ആ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ പരിപൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം ഞാൻ ഇതിനായിട്ട് ആദ്യം എടുത്തത് ഈ ഒരു നമ്മുടെ മത്തി എന്ന് പറയുന്ന ഇത് ഒരു എത്ര കിലോ, ഒരു 1.5 കിലോ ഉണ്ടാവും. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതരിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുകയാണ് മത്തി ഉണ്ടല്ലോ, മത്തിയാണിത്. പിന്നെ ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ പാനിയാക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് നമ്മൾ പാനിയാക്കി തണുപ്പിച്ചാൽ മതി. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം സാധനം എന്താണെന്ന്. ഇത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടിന്നിലേക്കാക്കി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ്. ഇത് മത്തി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഒരു ബോട്ടിലിട്ട് അടച്ച് വെക്കുകയാണ്. കണ്ടല്ലോ, ബോട്ടിൽ ഇത് വെച്ചടക്കുക. നമുക്ക് 1 കിലോ മീനുണ്ടെങ്കിൽ 1 കിലോ മീൻ വേസ്റ്റ് ആണെങ്കിലും മത്തി ആണെങ്കിലും എന്തെങ്കിലും 1 കിലോ ശർക്കര തന്നെ വേണം. ഇത് കറക്റ്റ് അളവിൽ എടുക്കണം. 1 കിലോ മീൻ 1 കിലോ ശർക്കര തന്നെ എടുക്കണം. ശർക്കര ഒരുപാട് വെള്ളമൊന്നും ആകാതെ ഒരു ചെറിയ മെൽറ്റാകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ വളരെ വെള്ളം കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ എടുത്ത് ഇതിനകത്ത് അടച്ചു വെക്കുക. ഇതൊരു 15 ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കണം. ഓക്കെ, നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 20 ദിവസം ആയിട്ടുണ്ട്. ഇത് 20 ദിവസമായ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് 20 ദിവസം ആയതാണ്. കറക്റ്റ് 20 ദിവസം ആയതാണ്. ഇത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ല ഇതിനകത്ത് മിക്സ് ആയതുപോലെയാണ് നമുക്ക് കാണുന്നത്. നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് നോക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ എല്ലാം മിക്സ് ആയതുപോലെയാണ് കാണുന്നത്. ഇത് മിക്സ് ആയതുപോലെ ഈ സാധനം നമുക്ക് നേരെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തീറ്റയിലേക്ക് നമുക്ക് കുറേശ്ശെ നമുക്കിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 100 കോഴിക്ക് അല്ലെങ്കിൽ 50 കോഴിക്കൊക്കെ ആണെങ്കിൽ വെറും 100 മില്ലി മതി. 100 മില്ലി നമ്മൾ ഇതിനകത്ത് ഒഴിച്ചാൽ മതി, തീറ്റയ്ക്കകത്ത് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീറ്റയാണ്. ഈ തീറ്റയിലേക്ക് മിക്സ് ചെയ്ത് നമുക്കങ്ങ് കൊടുത്താൽ മതി. ഇതിപ്പം 1000 കോഴിക്കുള്ള ഒരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1000 കോഴി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇതിൻ്റെ തരികൾ ചെറിയ ഒരു തരിയൊക്കെ ഉണ്ട്, ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ എല്ലാം ഇതിനകത്ത് മിക്സായ സാധനമാണ്. ഇത് നമുക്ക് ഇതേപോലെ വെക്കുകയല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ വെക്കുകയല്ല ചെയ്യുന്നത്. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിക്കകത്ത് അടച്ച് വേണം വെക്കാൻ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഡെയിലി നമുക്കൊരു 50 കോഴിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 100 മില്ലി വെച്ചിട്ട് തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റയിൽ നമുക്ക് ചേർക്കേണ്ട ചില വിറ്റാമിനുകൾ, അതുപോലെ തന്നെ അമിനോ ആസിഡിൻ്റെയൊക്കെ കുറവ് നമുക്ക് പരിഹരിക്കപ്പെടും. ഇത് നമുക്ക് ഒരു 100 ml, ഇതിപ്പോൾ 100 ml കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കൂടുതൽ കോഴിയുള്ളതുകൊണ്ട്
ഞാൻ ഇതിനകത്ത് ഒരു 100 അല്ല, നമ്മളൊരു 500 ml ആണ് ഒഴിക്കുന്നത്. 500 ml നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കണം. കണ്ടോ, ഇതിനകത്ത് ഒട്ടും തരിയില്ല. ഇതെല്ലാം നല്ല ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കോഴികൾക്ക് നന്നായിട്ട് ഇതിനകത്ത് മിക്സാക്കി അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാ പ്രായമുള്ള കോഴികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ പ്രായമുള്ള കോഴികൾക്കും കൊടുക്കാം കേട്ടോ, എല്ലാ പ്രായമുള്ള കോഴികൾക്കും കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ തീറ്റയിലും ഇത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ.